നമസ്കാരം എല്ലാവർക്കും സത്താൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്താൻ മെനുവിൽ ഞാനൊരു ഓണ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. മലബാർ സ്റ്റൈലിലുള്ള കൂട്ടുകറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അത് കുക്കറിൽ തന്നെ നമുക്കിതൊക്കെ വേവിച്ചെടുക്കാം. അത് പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇതുപോലുള്ള ഓണ വിഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസൊക്കെ ഞാൻ സത്താൻ മെനുവിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണാത്തവരൊക്കെ കാണുക. അതേപോലെ തന്നെ ഇനി ബാക്കിയുള്ളത് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ സത്താൻ മെനു കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുതിർത്ത കടല നമുക്ക് വേണം. അപ്പോൾ ഇത് ചെറുതായിട്ട് മുള വന്ന് തുടങ്ങിയ കടലയാണ്. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 3 പിടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എരിശ്ശേരിയിൽ എത്രത്തോളം കടല ഇഷ്ടമാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. അതേപോലെ തന്നെ ഇത് കുറച്ചിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 മുതൽ 4 പിടി കുതിർത്ത കടല ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ കുതിർക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഏകദേശം ഒരു 300 ഗ്രാം ചേന ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചക്കായ വേണം. നേന്ത്രക്കായ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അതും ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയും കുരുമുളക് പൊടിയും എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കൂടെ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുക. അപ്പോൾ വെള്ളം നിറയെ ഒഴിക്കരുത്. നമ്മളിതിൽ ഡ്രൈ ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വേവൊക്കെ കറക്റ്റായിരിക്കും. കടലയും കായും ചേനയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് വേവിക്കുക. അപ്പോൾ നമ്മുടെ കായും കടലയും ചേനയൊക്കെ വേവുന്ന സമയത്ത് നമുക്കിതിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് വേണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2-3 പിടി തേങ്ങ ചിരകിയത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ജീരകം ചേർത്തിട്ട് നമ്മളിതിൽ കുറച്ച്, അതായത് ഒരു 2-3 സ്പൂണ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും, ആക്കണ്ട. അപ്പോൾ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ തേങ്ങയൊക്കെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. അതായത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ. ഇതാണ് കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ കായ് കടല ചേന എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന, അതായത് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. ഓൺ ചെയ്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കായ കടല ചേനയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അഥവാ എരിവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു കറിവേപ്പില കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇത് കുറച്ച് വെള്ളം ആണ്, അധികമാണെന്നൊക്കെ വിചാരിക്കാം. പക്ഷേ ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. നമ്മളത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ഈ കൂട്ടുകറി തിക്കായിട്ട് വരും. അപ്പം ഈ ഒരു പാകത്തിൽ നമ്മളത് വാങ്ങി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്, കുറേ ലൂസാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മളതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കത് തേങ്ങയൊക്കെ വറുത്തിടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക ഒരു പാനിൽ. അതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉഴുന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ ഞാൻ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടുകറിക്ക് എണ്ണ കുറച്ചധികം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ തേങ്ങയും കുറച്ചധികം ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഞാനിവിടെ 1 പിടി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും മറക്കാതെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുക. അതും കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം തേങ്ങയൊക്കെ പെട്ടെന്ന് കളറ് ചേഞ്ച് ആയി പോകും. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് കൈ വിടാതെ ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകറിയുടെ ടേസ്റ്റൊക്കെ പോകും. അപ്പോൾ അതാ നമ്മുടെ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം വരുന്നത് വരെ നമ്മൾ
കൈ വിടാതെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണയൊക്കെ വിട്ട് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ടുകറി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ തേങ്ങ വറുത്തത് കൂട്ടുകറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഞാനത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്റ്റൈലിലുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിൽ വെക്കുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ പല നാട്ടിലും പല രീതിയിലായിരിക്കും കൂട്ടുകറി ഉണ്ടാക്കുക. ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ മലബാർ സ്റ്റൈലിലുള്ള ഒരു രീതിയാണ്. മലബാറിൽ തന്നെ പല രീതിയിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരോ നാട്ടിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകറി ഓണത്തിന് ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് അത് നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ ഫോട്ടോസും satanmenu2017@gmail.com എന്നുള്ള മെയിലിലേക്ക് അയച്ചു തരിക. അപ്പോൾ ഞാനത് നമ്മുടെ വീഡിയോയിൽ കൂടി നമ്മൾക്ക് കാണിച്ചു കൊടുക്കാം. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സത്താൻ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്